ഫോണില്ല ആളില്ല. എവിടെ പോയി? ഞങ്ങൾ അതുവരെ പോയി. പിന്നെയാണോ അയ്യോ ഫോണില്ല ആളില്ല. ഇൻട്രോ പറ ഇൻട്രോ. ഹലോ. അപ്പൊ നമ്മളിവിടെ ഒരു ഹാർബർ ഫെസ്റ്റിവലിന് വന്നിരിക്കുകയാണ്. അപ്പോൾ അവിടെയുള്ള കുറച്ച് കാഴ്ചകളാണ്. അപ്പോൾ ഒരു 12 മണിക്ക് സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് രാത്രി 11 മണി വരെ ഇവിടെയുണ്ട് ഓരോ പരിപാടികളായിട്ട്. അപ്പോൾ നമുക്കതൊന്ന് കാണാം. ഇവിടെ കുറേ സ്റ്റോൾ പോലെ ഉണ്ട്. അതിൽ ആദ്യം നമ്മൾ കണ്ടത് ഫേസ് പെയിൻറ്റിങ് ആയിരുന്നു. ഫേസ് പെയിൻറ്റിങ്ങിൽ കുറേ ക്യൂ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ മെല്ലെ അടുത്തയിലേക്ക് മൂവ് ചെയ്തു. ഇത് പൈറേറ്റിൻ്റെ ഒരു സംഭവമാണ്. അപ്പം അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഭയങ്കര വലിയൊരു ഷിപ്പിൻ്റെ സൗണ്ടാണ് ഈ ബാക്ക്ഗ്രൗണ്ടിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിലാണെങ്കിൽ ബദ്ദുവിന് കുറച്ച് പെയിൻറ്റിങ്ങും അതുപോലെ അവർ കുറേ ട്രിക്സൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ ബദ്ദു അത് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. നമ്മളിവിടെ നിന്ന് അടുത്തതിലോട്ട് മെല്ലെ മൂവ് ചെയ്യാൻ തുടങ്ങി. ഇത് കോഡിംഗ് നിഞ്ചാസ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാമാണ്. സോ അവരുടെ സമ്മർ ക്യാമ്പിൽ ജോയിൻ ചെയ്യാനൊക്കെ അവർ പറയുന്നുണ്ടായിരുന്നു. പിന്നെ അതുപോലെ ഓരോ ഷെൽട്ടറിലും ഓരോ ആക്ടിവിറ്റി. ഇതൊരു പൈറേറ്റിൻ്റെ എന്താ പറയുക ആ ഒരു സ്കാർഫ് ഉണ്ടാക്കുന്ന ഒരു ഇതായിരുന്നു. അതിൽ കുറേ എന്താ പറയുക കളറിങ് ചെയ്ത് അതിൽ കുറച്ച് ബീഡ്സൊക്കെ സൈഡൊക്കെ തൂക്കുന്ന ഒരു പരിപാടി. അത് കുറച്ച് സമയം നല്ലോണം പോയി. ഇതിൻ്റെ എല്ലാ വൈറ്റ് സ്പോട്ടിലും കളർ ചെയ്ത് അവളൊരു വഴിക്കാക്കി. പിന്നെ അടുത്തത് മൂവ് ചെയ്യുകയാണെങ്കിൽ കുറേ ഡ്രസ്സസിൻ്റെ കുറേ ഉണ്ടായിരുന്നു. പിന്നെ സ്വിങ്ങിൻ്റെ കുറേ കണ്ടു. സ്വിങ്ങിൻ്റെ അതൊക്കെ സെയിൽ ചെയ്യാൻ വെച്ചിരിക്കുക. പിന്നെ അടുത്തതായിട്ട് നമ്മുടെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് എവിടെ പോയാലും ഫുഡാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കഴിക്കുക. കുറേ നടന്നപ്പോൾ ക്ഷീണമായി. അപ്പോൾ എന്തെങ്കിലും കഴിക്കാം എന്നൊക്കെ പറഞ്ഞ് പോയി. അപ്പോൾ കുറേ സ്മൂത്തി കട ഉണ്ടായിരുന്നു. ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. പിന്നെ കുറേ ഓരോ സ്റ്റോളിൽ ഓരോ സാധനങ്ങളായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ എല്ലാം നടന്ന് ആദ്യം ഒന്ന് കണ്ടു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ സെലക്ട് ചെയ്തത്. അങ്ങനെ ഫുഡടിൻ്റെ സൈഡാണ് ഇതൊക്കെ. ഓരോ സ്റ്റോളിൽ ഓരോ സാധനങ്ങൾ. ഇത് ജസ്റ്റ് ഫ്രോസൺ ബനാന എന്ന് പറഞ്ഞിട്ട് കണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ഫ്രോസൺ ചീസ് കേക്ക്. ഇത് രണ്ടും ചോക്ലേറ്റിൽ ടിപ്പ് ചെയ്ത സാധനമാണ്. ഇതാണ് ഹാർബർ ഫെസ്റ്റിവൽ പ്രമാണിച്ച് അവിടെ കൊണ്ടുവച്ചിരുന്ന 2-3 സെയിലിംഗ് ഷിപ്പായിരുന്നു. കൊള്ളാം, കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ പോകുമ്പോഴേക്കും അതിൻ്റെ ഉള്ളിലോട്ടുള്ള എൻട്രി ഒക്കെ കഴിഞ്ഞായിരുന്നു. അപ്പോൾ നമുക്കത് കയറാൻ പറ്റിയില്ല. ജസ്റ്റ് വെളിയിൽ നിന്ന് കണ്ടു. നല്ല ഭംഗിയായിരുന്നു കേട്ടോ. ഷിപ്പിന് കാണാൻ നല്ല രസമായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു രണ്ട് ഷിപ്പ് അവർ വെച്ചിട്ടുണ്ട്. ജസ്റ്റ് നമ്മൾ ഫോട്ടോ എടുത്ത് നമ്മൾ മൂവ് ചെയ്തു. എനിക്ക് പേഴ്സണലി തോന്നിയൊരു സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം നമുക്ക് മനസ്സിലാവില്ല. നമ്മൾ ഫോട്ടോ എടുക്കാനായിട്ട് ഇങ്ങനെയൊക്കെ പോയ സമയത്താണ് ഇതിൻ്റെ സൈഡ് ഒരു സാധനമില്ല. അപ്പോൾ നമ്മൾ നേരെ എങ്ങാനും സ്ലിപ്പായി കഴിഞ്ഞാൽ നേരെ വീഴുന്നത് ആ വെള്ളത്തിലാണ്. അപ്പോൾ ഈ കുട്ടീസൊക്കെ കൂടി പോകുന്ന സമയത്താണ്, ഇവർ ഓടി വരുന്ന സമയത്താണ് നമുക്ക് പെട്ടെന്ന് കോൺഷ്യസ് ആയി പോയി, ഈശ്വര ഇതിൻ്റെ സൈഡൊന്നും ഇല്ലല്ലോ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു റിസ്ക് എനിക്ക് അവിടെ തോന്നിയായിരുന്നു. നമ്മൾ ചെറിയ രീതിക്ക് വ്ലോഗ് എടുക്കുന്നു, അവിടെ ന്യൂസ് ചാനൽ വന്ന് വലിയ രീതിക്ക് ന്യൂസ് എടുക്കുന്നുണ്ടായിരുന്നു. ഇത് പിള്ളേരുടെ നല്ലൊരു ആക്ടിവിറ്റി ആയിരുന്നു. അപ്പോൾ ആ പുള്ളിക്കാരി കുട്ടീസിന് ഡാൻസ് സ്റ്റെപ്പ് പറഞ്ഞു കൊടുക്കുമായിരുന്നു. അപ്പോൾ ഇവർ അതിനനുസരിച്ച് മൂവ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ കാണാൻ നല്ല രസമായിരുന്നു. ഇതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങളുടെ വീട്ടിലെ വലിയ കുട്ടിയും ഡാൻസിലിറങ്ങി. അങ്ങനെ ആരോങ്കിലും തകർന്ന് ഡാൻസ് ചെയ്തു. പിന്നെ ഈ ഫെസ്റ്റിൻ്റെ മെയിൻ അട്രാക്ഷൻസ് എന്ന് പറയുന്നത് ഇതേപോലത്തെ ഒരു 3 ഷോസ് ഉണ്ടായിരുന്നു. ഈ സ്റ്റിക്കിൻ്റെ പേരാണ് പോഗോ സ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിൻ്റെ മേലെന്ന് കാണിക്കുന്ന കുറേ സ്റ്റൺസാണ് ഈ ഷോ എന്ന് പറയുന്നത്. അപ്പോൾ ഇവരിങ്ങനെ ചാടി മേലോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഓരോ പ്രാവശ്യം ചാടുമ്പോഴും ആ സ്റ്റിക്കിൻ്റെ പൊക്കം മുകളിലോട്ട് വെച്ച് അവരതിൻ്റെ മണ്ടയ്ക്ക് ചാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു രസമുള്ള ഒരു ഷോ ആയിരുന്നത്. ഇത് 2 സൈക്കിളും അതുപോലെ സ്കേറ്റ് ബോർഡും വെച്ചിട്ടുള്ളൊരു സ്റ്റൺസ് ആയിരുന്നു. ഇത് നല്ല രസമായിരുന്നു. ഈ സ്കേറ്റ് ബോർഡ് വെച്ച് പയ്യെന്ന് പറയുന്നത് ഹൈസ്കൂൾ പയ്യനൊക്കെയാണ്. പ്രായമൊന്നുമില്ല 2 പയ്യന്മാർക്കും. മറ്റേ ആൾക്ക് കുറച്ച് പ്രായമൊക്കെ ഉണ്ട്. പക്ഷേ ഒരു രക്ഷയില്ല. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ കണ്ണിങ്ങനെ എടുക്കാതെ നോക്കാൻ പറ്റുന്ന പോലത്തെ അങ്ങനത്തെ ഒരു ഷോ ആയിരുന്നു അത്. 15 മിനിറ്റാണ് അതിൻ്റെ ഒരു ഷോ ടൈമിംഗ് എന്ന് പറയുന്നത്. നല്ല രസമായിരുന്നു.
I remember when we broke up the first time, saying this is it, I've had enough. Cause like we hadn't seen each other in a month. When you said you needed space. Look at all this space. Then you come around again and say, baby, there's one right over there. There's a baby. Trust me, remember? ഈ ഷോയ്ക്ക് കയറിയപ്പോൾ നമ്മുടെ എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത് നമ്മൾ സർക്കസിന് മാത്രമേ കണ്ടുള്ളൂ. അപ്പോൾ നാട്ടിലെ സർക്കസിൻ്റെ ഒരു മൈൻഡ് സെറ്റിലാണ് കയറിയത്. പക്ഷേ അത് വേറൊരു ടൈപ്പ് സെറ്റ് സാധനങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ രസമുണ്ടായിരുന്നു. നമ്മളിതുപോലത്തെ ഒരു ഷോ മുന്നേ കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ പുള്ളി പാട്ട് പാടുന്നുണ്ടായിരുന്നു, കുറേ കോമഡി പറയുന്നുണ്ടായിരുന്നു, കുറേ മ്യൂസിക് വെച്ച് കുറേ സ്റ്റൺസ് കാണിക്കുന്നുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു. നല്ലൊരു പാക്കേജ് ആയിരുന്നു മൊത്തത്തിൽ. I heard a backflip. Here it is. Backflip. There it is. I flipped it behind my back. Too easy. Give me another. Come on, guys. I heard a cartwheel. Here it is. Ooh, so pretty. Give me another one. Come on. Front. Oh, hold on. You're doing great. Almost there. Oh my gosh, I'm doing it. Yes. I did it. Guys, on 0, run. Do not hesitate. If you do, the bike will start to shake. I will get very nervous and will start to rain from this area. On 0, just run. A little more this way. There we go. Everybody count down with me. 3, 2, 1, 0. Let go, let go, let go. Okay. ഷോ കഴിഞ്ഞപ്പോൾ പുള്ളിയുടെ അടുത്ത് വർത്തമാനം പറയാനായിട്ട് ബന്ധു പോയതാണ്. പിന്നെ ഇവിടെ കുറേ എൻ്റർടൈൻ ചെയ്യാനായിട്ട് കുറേ മ്യൂസിക് ഷോസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സമയം 8 മണിയായി. അപ്പോൾ കുറേ ആൾക്കാർ അവിടെ ആ മ്യൂസിക് ബാൻഡിൻ്റെ താഴെയും അതേപോലെ ഓരോ ചെയറൊക്കെ ഇട്ട് ഇത് എൻജോയ് ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളും കുറച്ച് സമയമൊക്കെ അവിടെ സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞ ശേഷം ഇപ്പോൾ ഇനി വീട്ടിൽ പോകാനുള്ള സമയമായി. എല്ലാവരും ടയേർഡായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ, സീ യു.